സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ക്ലാസ്സിലത്തെ സകലമാന വിശേഷങ്ങളും പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ മേല് കഴുകലും ചായ കുടിക്കലൊക്കെ. അപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു മാജിക് ബുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ച് തന്നെയാണ് കേട്ടോ കണ്ടത്. അപ്പോൾ വരുന്ന വഴി ഞങ്ങൾ തോമ്പടി റൊസാരിയോയിൽ കയറിയിട്ട് ചായക്കുള്ള കടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീറ്റ് റോളാണ് വാങ്ങിയത്. അപ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്കൊരു അടയും വാങ്ങി കേട്ടോ. അങ്ങനെ ചായക്ക് കുടിച്ചിരിക്കുമ്പോഴല്ല 2 കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോയി കൈയോടെ വാങ്ങിയിട്ട് ഒരെണ്ണം അങ്ങോട്ട് വെക്കം തന്നെ പൊട്ടിച്ച് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ കാറും 2 വീലറൊക്കെ കഴുകാൻ പറ്റിയ മൈക്രോ ഫൈബർ വാഷിംഗ് സ്പോഞ്ചാണ് കേട്ടോ. ഞാൻ വാങ്ങിയപ്പോഴതിൻ്റെ വില 185 രൂപയായിരുന്നു. ചിലപ്പോൾ വില കൂടാം വില കുറയാം. ഞാൻ എനിക്ക് എന്തായാലും ടാഗ് ചെയ്തേക്കാം. ആലുവിൽ നിന്ന് 5:30 കേട്ടോ ട്യൂഷൻ. അപ്പോൾ അവിടെ പിടിച്ചങ്ങനെ ഇരുത്തിയേക്കാനാണ്. ആൾ സാധാരണ വൈകുന്നേരം വരുമ്പോൾ ചായ കുടിക്കാറില്ല. ട്യൂഷന് പോയി കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. അങ്ങനെ 2 പേരും ട്യൂഷന് പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ വേഗം കറി വാങ്ങണം. പിന്നെ അതുപോലെ തന്നെ കുര്യച്ചൻ്റെ നടയിൽ പോകണം. പിന്നെ എനിക്കൊരു സാരി ബ്ലൗസ് തയ്ക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ആദ്യം തന്നെ ബ്ലൗസൊക്കെ തയ്ക്കാൻ വേണ്ടി കൊടുത്തേച്ച് നേരെ മുണ്ടവയിലോട്ട് വന്നു കേട്ടോ. ഇവിടെ ഒരു 5:30-6 മണി പാകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് കക്ക കിട്ടും. അപ്പോൾ അത് കക്കയും മേടിച്ച് വണ്ടിക്കകത്ത് വെച്ചിട്ട് നേരെ കുര്യച്ചൻ്റെ കടയിൽ പോയി പ്രാർത്ഥിച്ച് നേർച്ചയ്ക്ക് ഇട്ടിട്ട് വീട്ടിലോട്ട് വന്നിട്ട് തുടങ്ങി പണി. അപ്പോൾ രാത്രിത്തൊക്കെ എന്തായാലും കക്കയും വറക്കാം രസവുമാക്കാമെന്ന് കരുതിയേ. അങ്ങനെ രണ്ടും ഷടപടയെന്നും പറഞ്ഞിട്ട് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞിട്ട് വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കണം. ഇനി വേണം കുരിശ് വരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര ഉള്ളൂ. ടാറ്റാ.